ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. കുട്ടി വാശിയും പകയും കൊണ്ടൊന്നും മലമുകളിലെ ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കില്ല. അതിനൊക്കെ ഓരോ നിയോഗം വേണം. കുട്ടി പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവാ. കുട്ടിയുടെ ഭർത്താവിനൊപ്പം മാത്രമേ കുട്ടിക്ക് മല കയറാൻ സാധിക്കൂവെന്നും തിരുമേനി പറയുമ്പോൾ അകത്തെ മുറിയിലേക്ക് പോയി നന്ദനെ വിളിക്കുകയാണ് അവന്തിക. ഞാനെങ്ങും എങ്ങോട്ടേക്കും വരുന്നില്ലെന്ന് നന്ദൻ പറയുമ്പോൾ നിങ്ങളിപ്പോൾ വന്നില്ലെങ്കിലേ അച്ഛനായിരിക്കും അടുത്ത വിളിക്കാൻ വരുന്നതെന്ന് അവന്തിക പറയുന്നു. ഇത് കേൾക്കുന്ന നന്ദൻ അവന്തികയോടൊപ്പം പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് അവർ രണ്ടുപേരെയും പൂജയ്ക്കിരുത്തിയതിനു ശേഷം രണ്ടുപേർക്കും ശിവപാർവതിമാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആ തിരുമേനി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക മൂർത്തിയെ വിളിക്കുന്നതാണ്. അർച്ചന മലമുകളിലെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ മൂർത്തിയോട് അവന്തിക പറയുന്നു. അവൾ ഒരിക്കലും അവിടെ എത്താൻ പാടില്ലെന്ന് അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുകയാണ്, ഞാനും ആ ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളൊന്നും ഇതുവരെ മുകളിലേക്ക് കയറി ചെന്നതായി ഒരറിവുമില്ല. എൻ്റെ മൂർത്തി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവളുടെ ഒരു ഭാഗ്യജാതകമാ. എങ്ങനെയെങ്കിലും അവൾ കയറി പറ്റിയിരിക്കും. അതുമാത്രമല്ല, എനിക്കെന്താണെങ്കിലും ആ മല കയറണം. കൂടാതെ വഴിപാടും പൂജയും ഒക്കെ തന്നെ എനിക്ക് നടത്താനും സാധിക്കണം. അവന്തികയ്ക്ക് അതാണ് ആഗ്രഹമെങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റു. ഇപ്പൊ തന്നെ രത്നവേൽ പാണ്ഡ്യനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ഏർപ്പാടാക്കിയേക്കാം. അങ്ങനെ അവന്തിക കോൾ കട്ട് ചെയ്യുമ്പോൾ പാണ്ഡ്യനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് മൂർത്തി. പിന്നീട് കാണിക്കുന്നത് ധനുഷ് അവന്തികയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. അവന്തികെ, നീ ഫോണിലൂടെ പറഞ്ഞതെല്ലാം തന്നെ ഞാൻ കേട്ടു. നീയായിട്ട് നിന്റെ അവസരം കൂടി നഷ്ടപ്പെടുത്താൻ നിൽക്കരുത്. ഇത് ഒരു പുതിയ അവസരമായി കണക്കാക്കി നിനക്ക് പുതിയൊരു ജീവിതം ആരംഭിച്ചൂടെ? അവന്തികെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ മല കയറി അവിടുത്തെ പൂജകളെല്ലാം നടത്തുകയാണെങ്കിൽ നിനക്കും നന്ദേട്ടനും ഒരു കുഞ്ഞുണ്ടാവുകയും നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ എല്ലായിടത്തും അവൾ മാത്രം ജയിക്കുന്നത് ശരിയല്ലല്ലോ. ഇടയ്ക്കെപ്പോഴെങ്കിലും എനിക്കും ജയിക്കണ്ടേ എന്ന് അവന്തിക പറയുമ്പോൾ വാശിയും വൈരാഗ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് പോകേണ്ട ഒരു സ്ഥലമല്ലാതെന്നും മനസ്സിൽ പ്രാർത്ഥനയോടെ നീ ഒന്നാം മല കയറി നോക്കാനും ധനുഷ് പറയുന്നു. നീയും ഇപ്പോൾ എൻ്റെ ശത്രുപക്ഷത്താണല്ലോ, അതുകൊണ്ട് നീയും ഇങ്ങനെ തന്നെ സംസാരിക്കൂ. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് നിന്നോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അവരുടെ കൂടെ ചെന്ന് അവരുടെ യാത്ര തടസ്സപ്പെടുത്താൻ നീ നിൽക്കരുത്. അർച്ചന പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷനുമായിട്ടാണോ നീ എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് അവന്തിക പറയുകയാണ്, ഞാൻ അവളുടെ കൂടെ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ ഇവളുടെ യാത്ര മുടക്കാൻ വേണ്ടി തന്നെയാ. അതേസമയം മുറിയിൽ നിന്നിറങ്ങുന്ന ആതിര ഇതെല്ലാം കേൾക്കുകയാണ്. അവന്തികെ, എന്തിനും ഏതിനും നിന്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. നിന്റെ വാക്ക് കേൾക്കുന്നതൊക്കെ നിർത്തിയത് കൊണ്ടാ ഞാനിപ്പോൾ സന്തോഷമായിട്ട് ഒരു കുടുംബത്തിന്റെ കൂടെ ജീവിക്കുന്നത്. എന്താണെങ്കിലും നീ ഒന്ന് ശ്രമിച്ചു നോക്ക് ധനുഷേ. എന്താണെങ്കിലും അർച്ചനയെ മലമുകളിൽ കയറ്റാനോ ആ പൂജ ചെയ്യാനോ ഞാൻ സമ്മതിക്കില്ല. നിന്നാലാകും വിധം നീ തടഞ്ഞു നോക്കാനും അവന്തിക പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ആതിര. അവന്തികെ, നിന്റെ വെല്ലുവിളിയെ ഞാൻ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അവര് മല കയറി പൂജ ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ഞാൻ തന്നെ ചെയ്തു കൊടുത്തിരിക്കും. തുടർന്ന് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ ആതിര ധനുഷിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ ധനുഷിന്റെ ഉദ്ദേശം? എൻ്റെ ചേച്ചിയുടെ യാത്ര മുടക്കാനാണോ? ആതിരയുടെ തെറ്റിദ്ധാരണയാണ് എല്ലാമെന്ന് ധനുഷ് പറയുമ്പോൾ എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ലെന്നും എല്ലാം ഞാൻ കേട്ടതാണെന്നും ആതിര പറയുന്നു. ഞാൻ സംസാരിച്ചത് ആതിര കേട്ടില്ലെന്ന് തോന്നുന്നു. കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അർച്ചനയ്ക്ക് ഉടൻ കുഞ്ഞുണ്ടാകും എന്നറിഞ്ഞപ്പോൾ മുതൽ അസൂയ മൂത്തിരിക്കുകയാണ് അവന്തികയ്ക്ക്. അതുകൊണ്ട് ഈ യാത്ര മുടക്കാൻ വേണ്ടി അവൾ എന്ത് വേണമെങ്കിലും ചെയ്യും. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിൽ ധനുഷിന്റെ റോൾ എന്താണെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. തൽക്കാലം ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അവര് മല കയറി തിരിച്ചു വരുന്നത് വരെ. ആ വാക്ക് ആതിര എനിക്ക് തരണം. ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോൾ ഈ വീട്ടിൽ ഇനി ഒരു വഴക്കുണ്ടാകരുത്. എങ്കിലും ആതിരയ്ക്ക് ഞാനൊരു ഉറപ്പ് തരാം. സച്ചിയേട്ടനും അർച്ചനേട്ടത്തിക്കും ഒരു കുഴപ്പവും പറ്റാതെ മല കയറി അവർ തിരിച്ചിറങ്ങി വരും. അത്രയും പറഞ്ഞുകൊണ്ട് ധനുഷ് അവിടെ നിന്ന് പോകുമ്പോൾ ധനുഷ് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുമോ എന്ന് ടെൻഷനോടെ ഓർക്കുകയാണ് ആതിര. പിന്നീട് കാണിക്കുന്നത് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്ന അർച്ചനയാണ്. എടോ, 2 ദിവസത്തേക്കുള്ള ഡ്രസ്സുകൾ മാത്രം എടുത്താൽ മതിയെന്ന് സച്ചി പറയുന്നു. നന്ദേട്ടൻ അവന്തികേട്ടത്തിൻ്റെ കൂടെ വരുമോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്ന് അർച്ചന പറയുകയാണ്. അതേസമയം അനൂപും കമലയും കൂടി അവരുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അർച്ചനയുടെ കയ്യിലേക്ക് ഒരു കവർ കൊടുത്തതിന് ശേഷം കമല പറയുകയാണ്, മോളെ, ഇത് തിരുമേനി പൂജിച്ചു തന്ന നീയാണ്. ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് സേവിക്കണം. അമ്മ ഇപ്പോൾ ക്ഷേത്രത്തിൽ തന്നെയാണെന്ന് തോന്നുന്നല്ലോ എന്ന് സച്ചി പറയുമ്പോൾ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് കമല ചോദിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.